എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? മുത്തശ്ശൻ ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ശത്രുക്കളോ? ആർക്കെനിക്കോ? ആരായിരുന്നു അവര്? ആരായിരുന്നു അവരെന്നോ? എന്താ മോളെ നീ പറയുന്നേ? നുണ പറയണ്ട. കുറച്ചു പേര് ഇന്നിവിടെ വന്നായിരുന്നു. മുത്തശ്ശനെ കൊല്ലാൻ അക്കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയെടുത്തത് ഞാൻ കണ്ടതാ. മുത്തശ്ശന്റെ തൊട്ടു പിറകിൽ അയാളുണ്ടായിരുന്നെ. അയാളെ തടയാൻ വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ തേനീച്ചക്കൂട്ടിൽ കല്ലെറിഞ്ഞ. മോളെ, നീ ഇപ്പൊ എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തൽക്കാലം മറ്റാരും അറിയണ്ട. ആ രഹസ്യം മോടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി. വെണ്ണീല ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ കൊണ്ടുവാ ഈശ്വര. വെണ്ണീല ചന്ദനക്കിണ്ണം അപ്പൊ ഈ പീസും വെള്ളത്തിൽ പോകുന്നതാണോ പറയണേ? എടാ വാസു, കരുനാക്കെടുത്ത് വളയ്ക്കാതറ. ഓ, ഈ ചന്ദനക്കിണ്ണം ഒരു കായലിലും വീഴാൻ കുമാർ സമ്മതിക്കില്ല. ഒരു തവണ കണ്ടതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ആ പെണ്ണാണ് എന്റെ തലയ്ക്ക് പിടിച്ച വട്ടാണല്ലേ. എടാ വാസു, രശ്മിക മന്ദാനയുടെ കണ്ണുകൾ, സായി പല്ലവിയുടെ ശരീരം, കൃതിക ഷെട്ടിയുടെ കൃത വശ്യത. അവൾ എന്റെ തലയ്ക്കല്ലടാ, എന്റെ കരളിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. ആ, അപ്പ കണക്കാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലണ്ണ, ചേരോന്ന് പറഞ്ഞതാ. മദ്യം ആ പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അതെന്ത്? രണ്ടും ആദ്യം തലയ്ക്ക് പിടിക്കും, പിന്നെ കരളരിപ്പയാക്കും. ആ പെണ്ണാണ് എന്റെ കളരി അല്ല കരളിൽ അള്ളി പിടിച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. അവിടെ ഇരുന്നോട്ടണ, അവൾ അവിടെ ഇരുന്നോട്ട്. അല്ല ആശ തന്നെ. അപ്പൊ ഞാൻ കേട്ടാ പോണ പെണ്ണിന് കാറാ ചേച്ചി, ഏട്ടത്തി അമ്മ. മനസ്സിലായ? ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കേ. ഇനി മുതൽ ഏട്ടത്തി അമ്മാന്നേ ഞാൻ വിളിക്കും. എടാ വാസു. ഓ, പാല് വാസു. എന്തോ? എടാ, എനിക്കിനി വേറെ ഒരു പെണ്ണിനെ കാണണ്ട. എനിക്ക് ഇവളാ മതി. അത് ഞാനങ്ങ് ഉറപ്പിച്ചു. അല്ലണ്ണ, പക്ഷെ അണ്ണനെ കെട്ടാൻ ഏട്ടത്തിയമ്മയ്ക്ക് സമ്മതമാണോന്ന് അറിയാതെ. അവള് സമ്മതിക്കും. കാരിരുമ്പിന്റെ കരുത്തും കസ്തൂരി മഞ്ഞളുടെ കാന്തി ഒത്തിണങ്ങിയ എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരനെ അവള് വേണ്ടെന്ന് നിൽക്കുക. അല്ലണ്ണ, ഏട്ടത്തിയമ്മ ആളൊരിത്തിരി തന്റേടിയാ, അതാ എന്റെ ഒരു പേടി. എടാ വാസു, ആനയെ മെരിക്കുന്നത് വേണ്ട ഇത്രയുള്ളൊരു കുഞ്ഞു തോട്ടി വെച്ചിട്ടാണ്. ഓ, പെണ്ണിന്റെ കഴുത്തിലിടുന്ന ആ ഒരു കുഞ്ഞു തോട്ടിയാണ് മോനെ താലി. അവള് മെരുങ്ങും. അവളെന്റെ വീട്ടിലോട്ടൊന്ന് വന്നോട്രാ. അവളെ ചട്ടം പഠിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയാം. അല്ല കുമാരണ്ണ, അപ്പൊ അവളെ നാളെ ചെറുതി വിളിക്കാം. അല്ല, ഏട്ടത്തിയമ്മയെ പട്ടണത്തിൽ പഠിക്കാൻ വിടുമെന്നൊക്കെ വാക്ക് കൊടുത്തതാ. ലൊക്കേഷൻ നിനക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. റീച്ച് സേഫ്. ദാസപ്പേട്ടാ, ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടോ? ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്? ഓ, ആ മാളു കൊച്ചു വന്നിട്ടുണ്ട്. എന്തിന്? വഴിപാട് പായസം കൊണ്ടുവന്നതാ. ആ വള്ളിക്കെട്ട് ഇങ്ങോട്ടും കെട്ടിയെടുത്തോ? അവൾക്കിത് എന്തിന്റെ പ്രശ്നമാണ്? ആഹാ, രാമൂരത്ത് ദേവിയുടെ കടുംപായസത്തിന്റെ സ്വാദേ അന്നത്തെ പോലെ തന്നെ. ഒരു വ്യത്യാസവും ഇല്ല.
കഴിക്കാത്തെ? മധുരം എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഇന്ന് അമ്പലത്തിൽ വെച്ച് സംഭവിച്ചതിന്റെ ഞെട്ടിൽ ഇപ്പോഴും മാറുന്നില്ല. ഒരു തേനീച്ചക്കുത്തു പോലും കൊള്ളാതെ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടു, അല്ലേ അമ്മേ? അതേ, മാളും ശ്രീനാഥും കാണിച്ച വിപതി ധൈര്യം കൊണ്ടാ. എന്ത് ധൈര്യം? വിപതി ധൈര്യം എന്ന് വെച്ചാ ആപത്ത് ഘട്ടത്തിൽ കാണിക്കുന്ന ധൈര്യം. കണ്ടോ, അവക്കറിയാം. ആ, അത് വേണ്ട സമയത്ത് കൃത്യമായ തീരുമാനമെടുക്കാനുള്ള പക്വത. മാളുവിന്റെ ധൈര്യവും ശ്രീനാഥിന്റെ സമയോചിതമായ ഇടപെടലുമാണ് ഇന്ന് വലിയൊരു ആപത്തിൽ നിന്ന് നമ്മളെ ഒക്കെ രക്ഷപ്പെടുത്തിയത്.